ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്ത് കമ്പിളികണ്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മളൊരു വ്ളോഗ് ഇപ്പോൾ തുടങ്ങുവാണ്. ഇവിടുന്ന് ഈ ഓട്ടോ കിടക്കുന്നതിന് ഇപ്പുറത്ത് ഇടത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്കാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. ഇത് പാമ്പ്ള എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കണ്ടുവരാം. ഇവിടെയൊക്കെ പെട്ടെന്ന് മണ്ണിങ്ങനെ ഇടിയാൻ ചാൻസ് ഉള്ളതാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മഴ പെയ്തതിൻ്റെയാണ് ഇവിടെ കൊണ്ട് മണ്ണിങ്ങനെ ഇടിഞ്ഞ് കിടക്കുന്നത്. ഒന്ന് റോഡിലോട്ട് ചാടും. ഇവിടെ നല്ല അടിപൊളിയായിട്ടാണ് റോഡ് പണിതേക്കുന്നത് കേട്ടോ. അതുപോലെ നല്ലൊരു കാർഷിക മേഖലയാണ് ഈ ഭാഗമൊക്കെ. ഇപ്പം നമ്മൾ കമ്പിളികണ്ടത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതിപ്പോൾ പനംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയേ. ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ താഴെയോട്ട് പോകണം, പാമ്പ്ള പാലത്തിൻ്റെ അടുത്തേക്കൊക്കെ. പനംകുട്ടിയിൽ മനോഹരമായൊരു പള്ളിയൊക്കെ ഉണ്ടേ. ഒരു സൈഡേ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. പനംകുട്ടി പള്ളിയുടെ ഒരു ഫ്രണ്ട് വശത്തെ കാഴ്ച ഉണ്ടോ? വളരെ മനോഹരമായ രീതിയിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു കാഴ്ച കിട്ടുന്നുണ്ട്. മുകളിൽ നിന്നൊരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ? ഈ വെള്ളം ചെന്ന് ചേരുന്നത് പാമ്പ്ളയിലേക്ക് തന്നെയാണ് കേട്ടോ. തോടിൻ്റെ ഇവിടുത്തെ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട്. അതും കൂടെ എന്താണെന്ന് നോക്കിയിട്ട് പോവാവേ. ഇവിടെ ഒരു പാലമൊക്കെ കാണാം, ഒരു സിമെൻറ്റ് പാലം കണ്ടോ. ചെറിയ ചെക്ക് ഡാം പോലെ പണിതേക്കുന്നതാണെന്ന് തോന്നുന്നത്. ഇത് നല്ല രസമാണല്ലോ. ഇതിലെ അങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഭാഗത്തേക്ക് ഒരു വഴി പോകുന്നുണ്ടേ. ഇവിടുത്തെ റോഡ് നമുക്ക് കണ്ടാലോ. എന്താ പൊന്നെ, റോഡ് നല്ല അടിപൊളി റോഡാണേ. പക്ഷെ ഇതിന് ഭയങ്കര ഇറക്കവും വളവുമോ താഴോട്ടെ. പാമ്പിങ്ങനെ വളഞ്ഞു കിടക്കുന്ന പോലെ കിടക്കാം. നോക്കി, ഇതാണ് പാമ്പ്ള ചപ്പാത്ത് പാലം. കല്ലാർകുട്ടി ഡാം തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങോട്ടേക്ക് നല്ല രീതിയിൽ വരും. ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറിപ്പോ കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഒരു മഴക്കാലത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം വെള്ളം അവിടെ നിന്ന് വരുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് വലിയ ഭീഷണിയൊന്നുമില്ല. ഇനി താഴെയായിട്ട് ചിന്നാർ ഡാമിൻ്റെ പവർ ഹൗസിൻ്റെ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണേ. ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയിൽ ഒരുപാട് ചപ്പാത്ത് പാലങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ പൊക്കിപ്പണീൻ്റെ കാലങ്ങൾ കടന്നു പോയതാണ്. ഇതിലേക്ക് ഒരുപാട് വാഹനങ്ങൾ അക്കരെ ഇക്കരെ കടന്നു പോകുന്നതാണ്. നേരെ ചെന്ന് കയറുന്നത് മൂന്നാറിലേക്കുള്ള NH85 കയറുന്നത്. അവിടെ നിന്നൊക്കെ ഒത്തിരി വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ മല ഈ മലയൊക്കെ ആയിട്ട് കുറച്ച് കാലൊക്കെ പൊക്കി അങ്ങ് പണിയുവാണെങ്കിൽ ഉണ്ടല്ലോ, വെള്ളമൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ പൊക്കോളൂല്ലേ. പവർ ഹൗസിൻ്റെ പണിയൊന്നും ആയില്ല കേട്ടോ. അങ്ങ് മോളിൽ നിന്നാണ് പെൻസ്റ്റോക്ക് ബൈക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആ ചാലിന് അവരവിടെ പണിതുകൊണ്ടിരിക്കുവാണേ. ഈ ചെടികളൊക്കെ കാരണം ശരിക്കും കാണാൻ പറ്റും. കമ്പിളികണ്ടത്ത് നിന്ന് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. ഈ താഴോട്ട് കിടക്കുന്ന വഴി ഇടുക്കിക്കൊക്കെ പോകുന്നതാണേ. ഇടുക്കി എറണാകുളമൊക്കെ. ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന ഈ വഴിയുണ്ടല്ലോ, മുകളിലോട്ട് നേരെ NH85. ഇത് മൂന്നാറിനൊക്കെ പോകുന്ന വഴിയാണ്. നേരെ അടിമാലി ചെന്നിട്ട് മൂന്നാർ പോകും. അങ്ങനെ നമ്മൾ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോഴല്ലോ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കിട്ടിയേ. ഞാൻ എപ്പോഴും ഈ വെള്ളച്ചാട്ടം ഓർക്കും. ഒരു കൊല്ലം 2020 19 ഞാൻ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. ശനിയാഴ്ച ഇങ്ങോട്ട് വന്നപ്പോഴാണ് മഹാപ്രളയം ഉണ്ടായത്. തിരിച്ചു പോകാൻ നേരത്തേക്ക് നല്ല വെള്ളമായിരുന്നേ. വന്നപ്പോൾ ഇതുപോലൊക്കെ തന്നെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഹായ്, ഞാനേ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാണേ. കടലക്കറിയുണ്ട്, പച്ചമീൻ കറിയുണ്ടേ. ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ നമ്മളൊരു പരുവത്തിലായി പോവുക, ഒരു രക്ഷയില്ല. ഇതാകുമ്പോൾ പിന്നെ മുളക് പൊട്ടിച്ചാണെങ്കിലും വയറിന് അസ്വസ്ഥത ഉണ്ടാവില്ല. കുറേ കാലമായിട്ട് നമ്മൾ ഈ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് വല്ലാത്തൊരു അസ്വസ്ഥതയായി പോവാം. വയറിന് ഭയങ്കര വെയിറ്റ്, അതുപോലെ ഒത്തിരി ബുദ്ധിമുട്ട്. അതിൻ്റെ കൂടെ യാത്രയും കൂടെ അല്ലേ. അപ്പോൾ ഈ ആഴ്ച മുതൽ ഞാൻ പ്ലാൻ മാറ്റി. ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കാം. ഉള്ള കറിയൊക്കെ മതിയല്ലോ, നമുക്ക് ഉച്ചയ്ക്ക് ഇച്ചിരി ഭക്ഷണം കഴിച്ചാൽ പോരെ. അങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മാറ്റം വരുവാണെങ്കിൽ ഒത്തിരി നല്ലതല്ലേ. ഇപ്പം എനിക്ക് കയറ്റമൊന്നും കയറാൻ പറ്റുന്നില്ല. ഭയങ്കര കിതപ്പൊക്കെ വരുന്നുണ്ടേ. വ്യായാമമൊക്കെ ഒത്തിരി കുറഞ്ഞു പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആദ്യം ഭക്ഷണം ഒന്ന് ക്രമീകരിച്ച് നോക്കാം. അപ്പോൾ എല്ലാം ശരിയാവും തോന്നുന്നു. കടലക്കറിയും ചോറോ വേണോ? മീൻകറിയുണ്ട് കേട്ടോ, മറന്നുപോയി. മത്തി, പച്ചമത്തി. ഇതുണ്ടോ പച്ചമത്തി, ചോറിനകത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്.
മഴയാണെന്ന് വിചാരിച്ചാൽ വന്ന കേട്ടോ, പക്ഷെ മഴയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞാൻ മേളിലോട്ട് നോക്കിയപ്പോഴേ ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടേ. ആ പാത്രമൊക്കെ കഴിയാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കയറി. ഞാൻ താഴേന്നാണ് വെള്ളം എടുത്തോ കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ കുടിവെള്ളമൊക്കെ ഇവിടുന്ന് ഓസിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ ഓസിട്ടേക്കുന്നത് താഴോട്ടുള്ള വീട്ടുകാരൊക്കെ. ഇത് നല്ല മഴയുണ്ടെങ്കിൽ മുകളിൽ നല്ലൊരു വാട്ടർഫാൾസ് ആക്കി അങ്ങ് ആ പാറയുടെ മണ്ടേന്ന് വരുന്ന വെള്ളമാണ്. നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ബോർഡുണ്ടേ, പക്ഷേ ഈ ബോർഡിലെനിക്ക് എഴുതിയിരിക്കുന്ന ആരെങ്കിലും പാലിക്കുന്നുണ്ടോ? പാമ്പളപ്പുഴ ഉണ്ടോ? മുകളിൽ നിന്ന് ഡാം തുറന്നുവിട്ട് കുറച്ച് വെള്ളമൊക്കെ വരുന്നുണ്ടേ. ആ വലിയ പ്രളയം ഉണ്ടായ സമയത്ത് ഈ റോഡ് മൊത്തം ഡാമിൽ നിന്ന് മുകളിൽ നിന്നൊക്കെ വെള്ളമെല്ലാം തുറന്നു വിട്ട് മൊത്തം പോയായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോഴും അതാ റോഡിൽ പൊട്ടൽ കിടക്കുന്നുണ്ട്, അപ്പോൾ താഴുന്നുണ്ടേ. ഈ കെട്ടൊന്നും പോരാ കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ കെട്ടിക്കൊടുത്താലേ ഇതൊക്കെ നിൽക്കത്തുള്ളൂ. കല്ലാർകുട്ടിയിലെ പുതിയ പാലം കേട്ടോ. ഇതിൽ നമുക്ക് കട്ടപ്പനയ്ക്ക്, രാജാക്കാട്, നെടുങ്കണ്ടം ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുമേ. അതുപോലെ കമ്പിളികണ്ടം, പാറത്തോട് ഒക്കെ ഈ വഴിക്കാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചാണ് വന്നത്. ഈ കല്ലാർകുട്ടി ഡാം തുറന്നിട്ടുണ്ടാവും, വെള്ളം പോകുന്ന കാണാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണേ. പക്ഷേ വെറുതെ ആയിപ്പോയി. ഇവിടെ ഡാമിൻ്റെ ഷട്ടറൊന്നും തുറന്നിട്ടില്ല. അതിനുള്ള മഴയൊന്നും ഇവിടെ പെയ്തില്ലല്ലേ. സാധാരണ രീതിയിലൊരു ജലദോഷം വന്നാൽ തുറക്കുന്ന ഡാമാണെന്നാണ് പറയുന്നത് ഇതിന്. ഇതിൻ്റെ അടിയിലത്തെ ആ ചെറിയ ഒരു എമർജൻസി വാൽവ് ഉണ്ട്, അതിലേ പോകുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി എപ്പോഴേലും വരുമ്പോൾ നമുക്ക് കാണാമല്ലോ. മുതിരപ്പുഴയുടെ കാവൽക്കാരനാണ് കല്ലാർകുട്ടി കേട്ടോ. പക്ഷേ ശരിയാ, ഇവിടെ ശരിക്കും വെള്ളമായിട്ടില്ല. ആ മരത്തിൻ്റെ ഒക്കെ ഒപ്പം അവിടെ എല്ലാം വെള്ളം കയറുന്നതാണേ. മഴ നന്നായിട്ട് പെയ്യുവാണെങ്കിൽ വെള്ളമൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഡാമൊക്കെ തുറന്നു വിടും. കല്ലാർകുട്ടിയിൽ രണ്ടാമത്തെ പാലം. കല്ലാർകുട്ടിയിൽ നമ്മൾ വെള്ളത്തൂർ ആനച്ചാലൊക്കെ പോകുന്ന വഴിക്കുള്ള പാലമായത് കേട്ടോ. ഇതാണ് തോട്ടാപ്പുര എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. പണ്ട് സായിപ്പന്മാർ വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു. ഇവിടെ താഴെ ഇവിടെ ഒരു ഗുഹയിലൊക്കെ ആയിരുന്നെന്നാണ് പറയുന്നത്. അതിനാണ് തോട്ടാപ്പുര എന്ന് പേര് പറയുന്നത്. ഇത് വെള്ളത്തൂരിൽ പന്നിയാർ പവർ ഹൗസിലേക്ക് വരുന്ന പെൻസ്റ്റോക്ക് പൈപ്പാണ് കേട്ടോ. ഈ പൈപ്പ് നമ്മൾ കാണുന്ന പോലല്ല, 8 പേരുടെ ജീവനെടുത്തൊരു വലിയ അപകടം ഈ വെള്ളത്തൂരിലുണ്ടായൊരു പെൻസ്റ്റോക്ക് പൈപ്പാണ്. ഇതിന് ചെറിയൊരു ലീക്ക് വന്ന് 2007 സംഭവം. അന്ന് ഇതിനൊരു ചെറിയ ലീക്ക് വന്നത് അടയ്ക്കാൻ വേണ്ടി കുറേയധികം ആൾക്കാർ കയറിപ്പോയാണ്. KSBയുടെ ജോലിക്കാർ. ഈ പൈപ്പിൻ്റെ കീറൽ വലുതാവുകയും വെള്ളം വല്ലാതെ കുത്തി ഒഴുകുകയും അവർക്ക് തടുക്കാൻ പറ്റാതെ ആവുകയും ഒരാളുടെ ശവശരീരം ഇന്നും കിട്ടിയിട്ടില്ല കേട്ടോ. വെള്ളത്തൂവലിനെ നടുക്കിയ ഒരു വൻ ദുരന്തമായിരുന്നു ഇത്. വെള്ളത്തൂവലിനെ മാത്രമല്ല, ഇടുക്കിയ മൊത്തത്തിൽ. എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ഈ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ അത്ര ചെറുതല്ല. അതിശക്തമായിട്ടാണ് വെള്ളം വരുന്നത്. അത് ഇടയ്ക്ക് വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ. ഇത് വെള്ളത്തൂരിലെ സെൻറ്റ് ജോർജ് ചർച്ചാണ് കേട്ടോ. ഈ പൈപ്പ് ദുരന്തമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ഈ പള്ളിയിൽ കയറിയുന്ന ആൾക്കാർ കൂട്ടമണി കഴിച്ചു മൊത്തം ബഹളം ഉണ്ടാക്കിയൊക്കെയാണ് അവിടെ ബാക്കി വന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ഈ പള്ളിയുടെ ഇതിൻ്റെ അപ്പുറത്ത് നിന്നാൽ ആ വെള്ളം പൊട്ടി ഒഴുകുന്ന കാഴ്ചകളൊക്കെ അവരന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ നാട്ടുകാരെ. ചെങ്കുളം ഡാമിൽ നിന്നും വരുന്ന വെള്ളം കൊണ്ട് പ്രവർത്തിക്കുന്ന പവർ ഹൗസാണ് ആ കാണുന്നത്. നമുക്കത് ഇവിടുന്ന് ശരിക്കും കാണത്തില്ല. അവിടെ ഇലയും ഈ മരത്തിൻ്റെ ഇലയും തെങ്ങുമൊക്കെ നിൽക്കുന്ന കാരണമേ. കൊന്നത്തടി പഞ്ചായത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ഒരു പരസ്യം ഇവിടെ വെച്ചേക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ നോക്കി വിളിച്ചിട്ടൊക്കെ വരാവേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാം 4 ടർബൈനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് ഫുള്ളായിട്ട് നമുക്ക് കാണത്തില്ല, കുറേ ഭാഗം കാണാം. ചെങ്കുളം ഡാമിൻ്റെ പവർ ഹൗസ്. ഇതാണ് കേട്ടോ പന്നിയാർ പവർ ഹൗസ്. ഇങ്ങോട്ട് വരുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയിട്ടാണ് അപകടം ഉണ്ടായത് കേട്ടോ. ഇത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയൊന്നും കാണാനൊന്നും പറ്റത്തില്ല. നമുക്കത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം കഴിഞ്ഞ് എല്ലാ ഹോളിൽ കൂടെ വെള്ളം പുറത്തേക്ക് വരുന്നതാണാവേ. ചെങ്കുളം ഡാമിൻ്റെ പവർ ഹൗസാണ്. ഇവിടെ പെൻസ്റ്റോക്ക് പൈപ്പ് കിടക്കുന്ന നമുക്ക് കാണാവേ. അതൊന്ന് കണ്ടിട്ട് വരാം. ഇങ്ങനത്തെ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം ഡാമുകളിൽ നിന്നും പവർ ഹൗസിലേക്കൊക്കെ എത്തിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല വലിപ്പമുണ്ട് ഇതിന്. ഒരു 1/4 ആൾ വ്യാസമുണ്ട് കേട്ടോ. അന്ന് പൊട്ടിപ്പോയ പൈപ്പാണ് ഈ കിടക്കുന്നതെല്ലാം കണ്ടോ, കീറി പൊട്ടിക്കിടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഭയങ്കര വലിപ്പമാണ്. ഇതിൻ്റെ ഉള്ളു കണ്ടോ, ഇത്ര വലുതാണെന്ന് നോക്കി.
അന്ന് കേട് വന്ന് പൊട്ടിപ്പോയ പൈപ്പെല്ലാം വലിച്ചു കൊണ്ടിട്ടിരിക്കുന്നത്. വെള്ളത്തൂവൽ ടൗണ്. വെള്ളത്തൂവലിൽ നിന്ന് നമ്മൾ കയറി വരുന്ന വഴി ഇതാണ്. മൂന്നാർ ആനച്ചാലൊക്കെ പോകുന്ന ആ വഴിക്കാണ്. ഇത് ഇടുക്കി എറണാകുളം കല്ലാർകുട്ടിയൊക്കെ പോകുന്ന വഴിയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം മുതുവാങ്കുടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് വെള്ളത്തൂവലിൽ നിന്നും വരുന്ന വഴിക്കുള്ള ഇടയ്ക്കുള്ള ഒരു ചെറിയ ജംഗ്ഷനാണ്. നമ്മൾ ഈ നേരെ കിടക്കുന്ന റോഡ് തന്നെ വേണം വീണ്ടും ആനച്ചാലിലേക്ക് പോകാനായിട്ട്. ആനച്ചാൽ വെള്ളത്തൂവൽ 10 കിലോമീറ്ററാണ്. മുതുവാങ്കുടിയിൽ വളരെ മനോഹരമായൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടൊക്കെ മൂന്നാർ കാഴ്ചകളൊക്കെയാണ്. പക്ഷേ മൂന്നാർ ആ വഴിക്കൊക്കെ നല്ല രീതിയിൽ മഞ്ഞിറങ്ങുന്നുണ്ടേ. ഇവിടെ നിന്ന് ഇനി കുറച്ച് മുന്നോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ചെങ്കുളം ഡാമിൻ്റെ അങ്ങോട്ടായിരുന്നു. ചെങ്കുളം ഡാം പാർക്കിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പാർക്കിലൊന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ ഈ പാർക്കിലൊന്ന് കയറിയിട്ട് പോവാം. ബോട്ടിംഗ് ഒക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ചെങ്കുളത്തെ 20 രൂപ ടിക്കറ്റാണ് കേട്ടോ. ഇപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് താഴെ പോയി ബോട്ടിംഗ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കാതിരിക്കും. ചേച്ചിക്ക് എന്നെ നല്ല പരിചയം കേട്ടോ. ഇന്നാൾ ഇവിടെ വന്നില്ലേ എന്ന് എന്നോട് ചോദിച്ചേ. ഞാൻ ഇന്നാൾ വന്നപ്പോൾ അവർ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നാലോ തോന്നുന്നു കേട്ടോ. കുറച്ച് കസാരയുടെ ഒക്കെ എണ്ണം കൂട്ടി, അതാണ്. പിന്നെ പിള്ളേരുടെ കുറച്ച് കളിക്കോപ്പുകളൊക്കെ ഉണ്ട്. ഡാമിൽ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞ കിടക്കുന്നു കേട്ടോ. നമുക്ക് മെയിനായിട്ട് താഴെ പോയി ബോട്ടിങ് കണ്ടിട്ട് വരാം. അപ്പോൾ ബോട്ടിങ്ങിന് ഇവിടെ ആൾക്കാർ ക്യൂ ആണ് കേട്ടോ. ബോട്ടെല്ലാം സർവീസിലാണ്. അല്ല, ഇപ്പോൾ ഒരെണ്ണം വരുന്നുണ്ട്. ബോട്ട് ഒരെണ്ണം വരുന്നു. ഒരുപാട് ആൾക്കാർ കയറാൻ നിൽക്കുവാണേ. ഇത് കുറേ അധികം ആൾക്കാർ കയറാവുന്നൊരു ബോട്ടാണ്. ഇവരൊക്കെ അത് കയറാൻ വേണ്ടി നിൽക്കുവാണേ. ബോട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഓ, എന്താ പരിപാടി നോക്കി. 4 കറക്കി ഇവിടെ കൊണ്ടുപോകേ. സംഭവ ബഹുലമായ കാഴ്ചകൾ. സ്പീഡ് ബോട്ട് അവിടെ അടുപ്പിച്ചു. ഇനി നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. പെഡൽ ബോട്ട് ഉണ്ടോ നോക്കാം. ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ റെസ്റ്റ് ഇരിക്കുന്നുണ്ടോ. ചെറുതാണെങ്കിലും വളരെ മനോഹരമായൊരു പാർക്കാണിത്. പെഡൽ ബോട്ട് ഇതാ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. പെഡൽ ബോട്ടല്ല, ചെറിയ എൻജിൻ ബോട്ടുണ്ട്. പിന്നെ കയാക്കിംഗ് ഉണ്ട്. കയാക്കിംഗ് ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ. ചെങ്കുളം ഡാം ഇവിടുത്തെ വെള്ളമാണ് നമ്മുടെ വെള്ളത്തൂവലിലെ ഒരു പവർ ഹൗസിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങോട്ട് വെള്ളം എത്തിക്കുന്നത് നമ്മുടെ ആനയിറങ്കൽ ഡാമിൽ നിന്നുമാണ് ഇങ്ങോട്ട് വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ ഈ സായിപ്പുമാരുടെ കണ്ടുപിടുത്തം നോക്കി എത്ര ദൂരം കിടക്കുന്ന വെള്ളം അവിടെ കൊണ്ടിട്ടേക്കുന്നത്. എന്നിട്ട് ഇത് അവിടുന്ന് പിന്നെ കൊണ്ടുപോയി കറണ്ട് ഉണ്ടാക്കുക. ഇതിന് എത്ര പ്രാവശ്യം കറണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ. നരയന്നത്തിൻ്റെ മോഡലിലൊക്കെ ബോട്ട് കിടക്കുന്നുണ്ടോ. ചവിട്ടിക്കറക്കി പോകാവുന്നു. ഇതൊന്നും അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും സ്പീഡ് ബോട്ടൊക്കെയാണ് കൂടുതലും താല്പര്യം. ഇവിടെ ഒരു കോഫ് ബാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചായ കാപ്പി അങ്ങനത്തെ പരിപാടികളൊന്നും തോന്നുന്നില്ല. ഇപ്പം ഇവിടെ ക്ലോസ് ആണ്. പക്ഷെ ഇവിടെ നല്ല വ്യൂ ഒക്കെ കിട്ടും താഴോട്ട്. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇതൊരു ഊഞ്ഞാലൊക്കെ കണ്ടോ. ഇതിൻ്റെ അപ്പുറം ഡാമിലാണെങ്കിൽ ബോട്ടിൻ്റെ തകർപ്പം പരിപാടി കേട്ടോ. ഒരു രക്ഷയില്ല. അതുകൊണ്ട് അവിടെ വന്നൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ മണിമരുതൊക്കെ ഇവിടെ പൂത്ത് നിൽപ്പുണ്ടേ. പിന്നെ റംബുട്ടാൻ ഇതാ നിൽക്കുന്നു, കായ്ച്ചുകൊണ്ടിരിക്കുന്നു.
ആ എന്തൊരു ഭംഗിയല്ലേ ഇവിടെ ഇങ്ങനെ കാണാൻ. അപ്പുറത്ത് എന്താ ഉള്ളത് നോക്കാം. കാഴ്ചയൊന്നുമില്ല കേട്ടോ. അവിടെ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. ഇനി ഇങ്ങോട്ട് ഡാമിൻ്റെ കാഴ്ചകൾ തന്നെ വീണ്ടും. ഈ മരങ്ങളുടെ ഇലയിൽ ഇതുകൊണ്ടോ ഇവിടെ ഈ ബോട്ടൊക്കെ ഓടിയിട്ട് വെള്ളമൊക്കെ കലങ്ങി കിടക്കുന്നു. നോക്കി ബോട്ട് പോകണോ പോക്കാണോ. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇത് കോഫി ഷോപ്പൊന്നും അല്ല കേട്ടോ. ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും ഓപ്പണല്ല. ആൾക്കാരൊക്കെ ഇനി റെസ്റ്റൊക്കെ ഇന്ന് ഒരു സ്ഥലമാണെന്ന് മാത്രം. ഇനിയിപ്പോൾ നമുക്ക് വല്ലേ പുറത്തേക്ക് പോവാവേ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല. കൂടുതലും തമിഴ്ക്കാർ ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതലും വന്നേക്കുന്നത്. മലയാളികളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. നല്ല ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി. ഇതൊരു നല്ല ഭംഗി കേട്ടോ കാണാൻ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ പറയുന്നതൊന്നും മനസ്സിലാവുന്നു കേട്ടോ. ഹിന്ദിയും തമിഴുമാണ്. പക്ഷേ തമിഴ് ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇവർ അവരുടെ വീട്ടിൽ പറയുന്ന തമിഴ് ഇവിടെ പറയുന്നത്. അത് കേട്ടാൽ നമുക്ക് ഒന്നുമേ പിടി കിട്ടുകയില്ല. നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലെ ചേച്ചി ഒന്ന് പരിചയപ്പെട്ടോ. ചേച്ചി ഭയങ്കര തമാശ കേട്ടോ. പേര് പറ. പേര് സുനിത അബ്ബാസ്. സുനിത അബ്ബാസ്. ഇവിടെ ജോലിയാ? ഓക്കെ. 10 വർഷമോ? 10 വർഷമായിട്ട് ഇവിടെ ജോലി അല്ലേ? അതാ ഇന്നാളെ ഞാൻ വന്നപ്പോൾ എന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞല്ലേ. ഓർത്തിരിക്കും അല്ലേ? ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടേ. ഓക്കെ എന്നാ നമ്മള് വെള്ളത്തോലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഉള്ള ചെങ്കുളം ഡാമിൻ്റെ ടോപ്പ് ലെവലിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇല്ലേ താഴോട്ടും കാണാം കേട്ടോ. അതുകൊണ്ടോ അതിലെ ബോട്ട് പോകുന്നുണ്ടോ. ഇവിടുത്തെ വെള്ളമൊക്കെ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ പറ്റിച്ച് ഇതിൻ്റെ അടുത്തിട്ട് വരെ കാണാമായിരുന്നു കേട്ടോ. വേണം ഇച്ചിരി ഒന്ന് ഇറങ്ങിയിരിക്കാം. അപകടമുള്ള സ്ഥലമാണ്. ഇതിൽ ഇറങ്ങാൻ പാടില്ലാത്തതാണേ. ഓ ബോട്ട് സർവീസൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ടിക്കറ്റ് എടുത്ത് കയറേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ വന്നാൽ കാണാമായിരുന്നു കേട്ടോ. ബോട്ടിൻ്റെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഉണ്ടോ. ഈ ഡാമിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. ദൂരെ ഒരു റിസോർട്ടും കാണാം. കുറേ മൈൻറ്റൈൻ വർക്കുകളൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ മുകളിലത്തെ റോഡൊക്കെ നല്ല രീതിയിൽ നന്നാക്കിയേ. നേരത്തെ അതിനുള്ളിൽ മുഴുവൻ കട്ടറായിരുന്നു. ചാടി വേണമായിരുന്നു പോകാൻ. ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൻ്റെ ഒരു കവാടം എന്ന് പറയുന്നത് ഈ ആനച്ചാൽ തന്നെ കേട്ടോ. കട്ടപ്പനയെന്നും കുഞ്ചിത്തണ്ണിന്നും രാജാക്കാടും നെടുങ്കണ്ടത്തും എല്ലാം കൂടുതലും വണ്ടി വന്നു ചേരുന്നത് ഇവിടെയാണ്. മൂന്നാറിൽ നിന്ന് ബാംഗ്ലൂരിന് പോകുന്ന സ്വിഫ്റ്റ് ബസ് കണ്ടു. ഇവിടെ മുതലാണ് ശരിക്കും മൂന്നാറിൻ്റെ കാഴ്ചകളൊക്കെ തുടങ്ങുന്നത് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു കാഴ്ചകൾ വേറെ ലെവലാട്ടോ. ഇത്രയും മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് മൂന്നാറിൽ വന്നാലേ കാണാൻ പറ്റുമോ. ഇവിടെ നിന്നൊക്കെ താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണാം എന്തുമാത്രം റിസോർട്ടുകളാണ് പണിയുന്നതെന്ന് നോക്കിയേ. ആ ഒരു റിസോർട്ടിൻ്റെ പണി ഇടയ്ക്ക് നിന്ന് പോയതായിരുന്നേ. വീണ്ടും അത് തുടങ്ങി. മൂന്നാറിലെ ചിത്രവർത്ത കാഴ്ചകളാണ് കേട്ടോ എപ്പോഴും ഹൈലൈറ്റ്. നമുക്ക് അവിടെ നിന്ന് ഒന്നിങ്ങോട്ട് നോക്കിയാലോ. എന്നാ അടിപൊളി കാഴ്ച അല്ലേ. താഴെ അവർ കൊളുന്തെടുത്തോണ്ടിരിക്കുകയാണേ. മുകളിൽ അവർ കൊളുന്തെടുക്കുന്നുണ്ടോ. അങ്ങ് മുകളിൽ കുറേ ആൾക്കാർ ഇങ്ങോട്ട് നോക്കി പോകുന്നുണ്ടോ കാഴ്ചകളൊക്കെ കാണാൻ. നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി വന്നേ. ഇവിടെ ഒന്നൊന്ന് കണ്ടാലോ. ഓ ആ തേയില കണ്ട അടുക്കി പിടിപ്പിച്ച പോലെ. ഇതെല്ലാം ടാറ്റായുടെയും കണ്ണൻദേവൻ്റെ ഒക്കെ തേയിലത്തോട്ടമാണ് കേട്ടോ. ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് എങ്ങനെ ചെരുവുണ്ടോ അതിനനുസരിച്ചാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഹൈലൈറ്റ് ഇത് കാണാനായിട്ട്. ചിത്തിരപുരം 2-ാം മൈൽ. അപ്പോൾ നമ്മൾ മൂന്നാർ ചിത്തിരപുരം 2-ാം മൈലാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചപ്പോൾ നല്ല മഴയായിരിക്കുമെന്ന് വിചാരിച്ചു. താഴെ നോക്കിയപ്പോൾ നല്ല മഞ്ഞും കോടയൊക്കെ കണ്ടായിരുന്നു. പക്ഷേ മുകളിലോട്ട് കയറി വന്നപ്പം കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഒരുപാട് സഞ്ചാരികളൊക്കെ ഉണ്ട് ഇവിടെ. ഈ വാഷിംഗ് ഗാലറി ഓപ്പൺ ആയെന്ന് തോന്നുന്നല്ലോ. ട്രെയിനിൻ്റെ എൻജിൻ
മൂന്നാറിൻ്റെ പഴയ ട്രെയിനിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ കയറിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഫോട്ടോ പോയിന്റ് ഗാലറിയിൽ പോയി നോക്കാം. ഇത് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഹൈറ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്കൊരു പ്രദേശം മൊത്തം കാണാവേ. ഇത് പല പ്രാവശ്യം നമ്മൾ വന്നെങ്കിലും ഇത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ഇന്നിപ്പോഴിത് ഓപ്പൺ ആയിട്ടുണ്ടേ. ഓ, ഇവിടുന്ന് താഴോട്ടുള്ള കാഴ്ചകൾ വേറെ ലെവലാട്ടോ. ആ താഴെ റിസോർട്ടുകളൊക്കെ നല്ല കാറ്റായിരുന്നു മണ്ടേ കയറിക്കുമ്പോളേ. ഒരു ഏരിയ, ഒരു 360 വ്യൂവിലുള്ള കാഴ്ചകൾ മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടേ. ഇവിടുത്തെ ഒരു വണ്ടിത്തിരക്കൊക്കെ കണ്ടോ. ചിത്തിരപുരം 2-ാം മൈൽ മൂന്നാർ. ഇതിൻ്റെ മുകളിൽ കയറുന്നുള്ള കാഴ്ചകൾ വേറൊരു ലെവലാട്ടോ. താഴോട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിലേക്ക് നല്ലൊരു വ്യൂ ഒക്കെയാണ് വരുന്നത്. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മുകളിൽ കയറുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കയറി വരുന്നുണ്ട്. എല്ലാവരും ഒന്നും വരുന്നില്ല, കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ആ, 2 ബസ് ഒന്നിച്ച് കയറി വന്നു കേട്ടോ. ഇവരെങ്ങനെ മാറിപ്പോവും നമുക്ക് നോക്കാം. ഇപ്പോൾ KSRTC തന്നെയാണ് രാജാവ് കേട്ടോ. KSRTCക്ക് പ്രൈവറ്റ് ബസ് സൈഡൊക്കെ കൊടുത്തേക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും റോഡിന് വീതിയില്ല കേട്ടോ. ഈ റോഡൊക്കെ പണ്ടേ വീതിയാക്കേണ്ടതാണ്. ഒന്നും വീതിയാക്കാനായിട്ടൊന്നും തോട്ടക്കാരെ അവരൊന്നും സമ്മതിക്കില്ല. അതതിൻ്റെ മെയിൻ പ്രശ്നം. അത് മൂന്നാർ വട്ടവട പോയിട്ട് വരുന്ന വണ്ടിയാണ്. എത്ര ഹൈറ്റിലാണ് ആ ഒരു റിസോർട്ട് നിൽക്കുന്നത് നോക്കി. ശരിക്കും പറയാൻ നല്ല വിടുമ്പത്താണ് കേട്ടോ. ഇതിലൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഫുൾ ആളാവും. കാഴ്ചകളൊക്കെ കണ്ടു വരുന്ന ലാസ്റ്റ് വരുമ്പോൾ കണ്ടോ ഇവിടെ കടകളൊക്കെ കിടക്കുന്നുണ്ട്. ചെറിയ കടകളൊക്കെ. ചോളം, പൈനാപ്പിൾ, ഉപ്പിലിട്ടത്, കാന്താരി, അച്ചാറ്, ചെറുകടികൾ. ഇവിടെ ഒരാളിരിപ്പുണ്ട്. നല്ല വെള്ളം, നല്ല ഭംഗിയാട്ടോ ഈ കടകളൊക്കെ കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാണല്ലോ, അത് അതിനെക്കാട്ടി ഹൈലൈറ്റാണ്. യൂക്കാലിപ്സ് മരങ്ങൾ നിൽക്കുന്നുണ്ടോ. കാന്തല്ലൂരിനുള്ള ബസ്സാണ് പോകുന്നത് കേട്ടോ. ഈ ഒരു മേഖലത്തെ കാഴ്ചകളുണ്ടോ, എത്ര മനോഹരമായ കാഴ്ച നോക്കി. അവിടെ ആ തേയിലത്തോട്ടങ്ങളും അടുക്കടുക്കായിട്ടിരിക്കുന്ന വീടുകളുണ്ടോ. ആ കുന്നിൻ ചെരുവിലൊക്കെ വീട് വെക്കുന്നത് അങ്ങനെയാണ്, അടുക്കടുക്കായിട്ട്. റോഡ് ഒരുവിധം നല്ല തിരക്കാട്ടോ. ടൂറിസ്റ്റ് വണ്ടികളൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പള്ളിവാസലെത്തി കേട്ടോ. പള്ളിവാസലാണ് ടാറ്റയുടെ ഏറ്റവും വലിയ തേയില ഫാക്ടറിയൊക്കെ ഉള്ളത്. തേയില ഫാക്ടറിയാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത്. ലോകത്തിലെ എല്ലാ ഭാഗത്തേക്കും തേയിലൊക്കെ കയറ്റി ഇറങ്ങി പോകുന്നത് ഇവിടുന്നാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇവിടുന്നാണ്. ഏറ്റവും വലിയ ഫാക്ടറി ഈ പള്ളിവാസലിലുള്ളത്. ഇവിടുന്ന് ഇനി നമുക്ക് താഴോട്ടൊരു വഴിയൊക്കെ ഉണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആറ്റുകാൽ വെള്ളച്ചാട്ടം എന്ന് പറയും. അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. പക്ഷേ അങ്ങോട്ടുള്ള വഴി വളരെ അധികം ആയിട്ട് ഇച്ചിരി മോശമായ വഴിയാണ്. അവിടെ നമ്മൾ നേരെ മുകളിലേക്ക് തന്നെ പോകുന്നത്, മൂന്നാർ ഭാഗത്തേക്ക്. ഒരു KSRTC വിട്ടടിച്ച് വരുന്നതുണ്ടോ. KSRTCയുടെ പവർ ഒന്ന് വേറെ തന്നെയല്ലേ. നമ്മളൊരു കടിഞ്ഞായിട്ടൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണേ. ഇത് കേട്ടോ, ഇവിടെ ഈ കടകളിലൊക്കെ ഈ ചോളമൊക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. ചോളമുണ്ട്, ഉപ്പിലിട്ടമുണ്ട്. ചോളം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് പുഴുങ്ങിയ ചുട്ടൊക്കെ നമുക്ക് തരുവേ. അവരതൊക്കെ ക്ലീൻ, മാങ്ങയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ചോളമൊക്കെ ചുടാനുള്ള അടുപ്പുണ്ട്. ഇവിടെ വന്നാൽ ഒരുപാട് കടകളിലും ഇവർ നല്ല രീതിയിൽ അലങ്കാരമൊക്കെ ചെയ്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു കടിഞ്ഞായിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, എടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള തേയിലക്കാഴ്ചകൾക്ക് വേറൊരു ഭംഗിയാണ് കേട്ടോ. ഒരുപാട് പാറ ഇങ്ങനെ പൊങ്ങിക്കുന്നുണ്ട്. ഈ പാറകൾക്കിടയിൽ കൂടെയാണ് തേയില വെച്ച് പിടിപ്പിച്ചിരുന്നത്.
മുകളിലൊരു മല ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടോ, അത്ര പൊക്കത്തിലത് ഒഴുകിയ ചോളതാ. അത് കൊടുക്കുന്ന വേറെ രീതിയിലാണേ. അതിപ്പോൾ കാണാം മസാലയൊക്കെ ചെറിയ മുളക് ഉപ്പൂടിയൊക്കെ തേച്ച് ആ ചോളത്തിൻ്റെ അതിൻ്റെ എന്താ പറയുക ആ ഇല പൊളിച്ചില്ലേ അതിനകത്ത് തന്നെ വെച്ച് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇവരവിടെ കുറച്ച് മാങ്ങയൊക്കെ പൊളി വെച്ചിട്ടുണ്ടേ, അതും കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിൽ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടവർ തരും നമുക്ക്, മുളക് ഉപ്പൊക്കെ കൂടി ഇട്ട് തരുവേ. അതുപോലെ തന്നെ പഴുത്ത മാങ്ങയും ഇവിടെ വെച്ചിട്ടുണ്ട്, അത് പച്ചമാങ്ങയായിരുന്നു, പഴുത്ത മാങ്ങ. കാണാനും നല്ല കഴിക്കാനും നല്ല. മൂന്നാറിലെ പൂക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ടോ ചക്രാന്ത നിൽക്കുന്നുണ്ടോ, അതിന് അപൂർവം അതിലേക്ക് പൂവുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ വന്നപ്പോൾ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുമായിരുന്നേ. ഇവിടെ ഈ നിൽക്കുന്നതെല്ലാം ചക്രാന്ത മരമാണ് കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട് വഴി സൈഡിൽ കൂടെ, പക്ഷേ ഇപ്പോൾ പൂവില്ലാത്തതുകൊണ്ട് അധികം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. നോക്കി വഴി നിന്നില്ല വണ്ടി തട്ടിയിട്ടുണ്ട് കേട്ടോ. ആ മരത്തിൽ 2 പൂവുണ്ട് കേട്ടോ, 2 കൊലപ്പൂ. ഈ താഴത്തെ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊന്നും ഇല്ലേ, കാക്കാടിമരമൊക്കെ വെട്ടിവിട്ടിട്ട് കിളിപ്പടിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ പാറക്കൂടത്തിനിടയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടുത്തെ ഈ തേയില കൂടുതലുള്ളത്. മൂന്നാറിൻ്റെ ഓരോ ഭാഗത്തിനും ഓരോ ഭംഗിയാണേ. മൂന്നാർ KSRTC ഡിപ്പോ. ഇവിടെ ബസ്സിൽ റൂമൊക്കെ കിട്ടും കേട്ടോ, ചെറിയ വാടകയ്ക്ക് നമുക്ക് ഇവിടെ താമസിക്കാവേ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റിനകത്താണ് കേട്ടോ. മൂന്നാറിലെ ഏറ്റവും നല്ല ഹൈ ലെവലിലെ തേയില എസ്റ്റേറ്റും തേയില കാഴ്ചകളും കാണാൻ ഈ ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ വരേണ്ടത്. വീതി കുറഞ്ഞ വഴിയാണ് ഇത്, മാങ്കുളമൊക്കെ പോകുന്ന റോഡാണ്. ആ മലയിലൊക്കെ നിൽക്കുന്ന തേയില ചെടികളുണ്ടോ, എത്രയോ വർഷം പഴക്കമുള്ള ചെടികളാണെന്നറിയോ. എനിക്ക് തോന്നുന്നു ഒരു 100 വർഷമെങ്കിലും ആ ചെടിക്കൊക്കെ പഴക്കം കാണും. ഈ ലക്ഷ്മി എസ്റ്റേറ്റിൽ മാത്രമേ നമുക്ക് ഇത്രയും തിക്കായിട്ടുള്ള തേയിലത്തോട്ടം കാണാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വെളിച്ചമടിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്ര ഒരു കളറായിട്ട് കിട്ടുന്നില്ല. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു കാണിക്കവഞ്ചി നമുക്ക് കാണാവേ. അതുപോലെ അക്കരെ കണ്ടോ ആ മരത്തിൻ്റെ ങ്ങളുടെയൊക്കെ ചുവട്ടിലൊരു അമ്പലം. ആ തേയിലക്കാടിൻ്റെ നടുക്കായിട്ട് അത് കാണാൻ ആ കളറിലൊക്കെ നല്ല രസമാണ് കേട്ടോ. കാരണം അത് ഈ തമിഴ്നാട്ടുകാരുടെ അമ്പലമായതുകൊണ്ട് അതിനൊരു കളർഫുള്ള് കൂടുതലാണ്. ഓ എസ്റ്റേറ്റും അതിൻ്റെ മുകളിൽ കണ്ടോ കുറേ യൂക്കാലി മരങ്ങളാണ് നിൽക്കുന്നത്. അവിടെ കുറച്ച് ചെടികൾ നിൽക്കുന്നുണ്ടോ, ഒരു വെള്ളപ്പൂവായിട്ട്. ഇതിൻ്റെ കമ്പ് ഞാൻ വീട്ടിൽ കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമാണ്. അത് മുളച്ച് വരുന്നേ ഉള്ളൂ, വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ച് പൂവാകുവേ. ഇവിടെ ഒരു ജംഗ്ഷനാണേ, ജംഗ്ഷനിലൊരു റേഷൻ കടയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പഴയ കെട്ടറമാണ്. ഇവിടുന്ന് വഴി 2 ആയിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. ലൈൻസിലേക്കുള്ള വഴിയാണ് ആ വലത്തോട്ട് പോകുന്നത്. നേരെ കിടക്കുന്ന മാങ്കുളം ആനക്കുളം ഭാഗത്തേക്കുള്ളതാണ്. ഇത് വിരിപാറ ബംഗ്ലാവിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ പോകുന്ന വഴിക്കാണ് വിരിപാറ ബംഗ്ലാവ് ഉള്ളത്. ആനക്കുളം മാങ്കുളം ഒക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വിഷയം കേട്ടോ. ആനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അക്കരെ കണ്ടോ ലൈൻസൊക്കെ ഇരിക്കുന്നുണ്ടോ, തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതൊക്കെയാണ് മൂന്നാറിലെ അടിപൊളി കാഴ്ച എന്ന് പറയുന്നത്. ഇത് വേലിയായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയാണ്. ഇതിനെന്ത് ഭംഗിയാണെന്നറിയോ. അതുപോലെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കാണിക്കവഞ്ചി അമ്പലം, ഒരു വലിയ മരം, പിന്നെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണത്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിനിയിപ്പോൾ ഇതാ ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. അവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടേ, ഒരു പഴയ ഹോസ്പിറ്റലാണ് അത്. പിന്നെ താഴത്തെ കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ പുതുക്കി പണിതിട്ടുണ്ട് കേട്ടോ, പുതിയ പച്ച ഷീറ്റൊക്കെ ഇട്ടേക്കുന്നുണ്ടോ. എന്നാ ഒരു ഭംഗിയാ നോക്കി ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ട്. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. ഇവരുടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണേ. നമുക്കങ്ങനെ പോകാൻ പറ്റില്ല, ഇവർക്കൊക്കെ പോകാൻ പറ്റുള്ളൂ, ഇവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ. ഇതിലേയും ഒരു വഴി അങ്ങോട്ട് പോകുന്നതുണ്ട്. ഇവിടെ നിന്നൊരു വഴി താഴോട്ട് പോകുന്നുണ്ടേ. അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്, അതൊക്കെ കടന്ന് അങ്ങ് ലൈൻസിലേക്കൊക്കെ പോകുന്ന വഴിയാണിത് കേട്ടോ. ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ടേ. അക്കരയ്ക്ക് പോകുന്ന വഴിയുണ്ട്. ഇവിടെ ഒരു മരം നിൽപ്പുണ്ട്, അതെന്തോ മരമാണെന്ന് അറിയത്തില്ല കേട്ടോ. പൂക്കളൊക്കെ ഉണ്ടാകുന്ന മരങ്ങളാണ് ഈ മൂന്നാർ സൈഡൊക്കെ കൂടുതലും ഉണ്ടാവുള്ളൂ. അവിടെ ഒരു കലുങ്കൊക്കെ കാണാം, ആ ഒരു കലുങ്ക് പാലം.
ഇവിടെ കണ്ടോ റോഡിൻ്റെ പണിക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ഇവിടെയൊക്കെ കിടക്കുവാണേ. ഈ റോഡൊക്കെ ഇച്ചിരി വീതി കൂട്ടി പണിതാന്നായിരുന്നു. അങ്ങ് മുകളിലൊരു എന്താണ് ഒരു ബംഗ്ലാവ് പോലെ, ചെറിയൊരു പഴയ ബംഗ്ലാവ് പോലെ ഇരിക്കുന്നത്. സായിപ്പ്മാരുടെ കാലത്തൊക്കെ ഉണ്ടാക്കിയാന്ന് തോന്നുന്നത്. ഒരുപാട് പഴക്കമുണ്ട് അതിനൊക്കെ. ഇതും ഒരു ചെറിയ കുട്ടി ബംഗ്ലാവാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെയും കണ്ടോ ലൈൻസുകളൊക്കെ. ആ ലൈൻസൊക്കെ ഒരുപാട് മോശമായേ. അതുകൊണ്ടോ അവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ പോലെ കാണാവേ. കുറേ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. നമുക്ക് അവിടം വരെ പോയി തിരിച്ചു വരാം. ഇവിടെ ഇപ്പം നമുക്ക് താഴെ ഒരു അമ്പലം കാണാം കേട്ടോ. ഈ അമ്പലത്തിന് ഇപ്പുറത്തായിട്ട് വേറെ എന്തോ ഒരു കെട്ടിടം കാണാം. അതെന്താണെന്ന് അറിയില്ല, എസ്റ്റേറ്റ് സംബന്ധമായ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. എന്തായാലും ആ അമ്പലത്തിലെ വിഗ്രഹം വരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടേ. നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടോ, അങ്ങോട്ടെല്ലാം ലൈൻസാണ് കേട്ടോ. ഇങ്ങോട്ട് തേയിലയുടെ അധികം കാഴ്ചകൾ കാണാനില്ല. പക്ഷേ എങ്കിലും ഈ മേഖല കാണാനൊരു ഭംഗിയാണ്. ഇതെവിടെ ഒരു കെട്ടിടം കണ്ടോ. ഇതിൻ്റെ സ്ട്രക്ചർ നല്ല രസമാണ് കാണാൻ. ഒരു ക്യാൻറ്റീനാണ് കേട്ടോ. ക്യാൻറ്റീൻ എഴുതിയേക്കുന്ന അവിടെ കല്ലുകൊണ്ട് കെട്ടിയ ഭിത്തിയും പച്ച കളർ അടിച്ച വാതിലൊക്കെ. അവിടെ രണ്ടൊന്ന് ബാഗുകൾ തൂക്കിയിട്ടുണ്ട്. അത് വേസ്റ്റൊക്കെ ഇടാനുള്ളതാണ് കേട്ടോ. വേസ്റ്റ് തരംതിരിച്ച് ഇടാനുള്ള ബാഗാണ് അതെ. മാങ്കുളത്തിന് പോകുന്ന യാത്രക്കാരാണ്. അതുപോലെ പഴയ ലൈൻസൊക്കെ കണ്ടോ. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് ആൾക്കാർ താമസിക്കുന്ന ഭാഗം ഒരു ശരിക്കും പറഞ്ഞ ഒരു വൃത്തിയില്ല. ഒരു കാടൊക്കെ പിടിച്ച് ഭയങ്കര പള്ള പിടിച്ച് കിടക്കാൻ നോക്കി. മൂന്നാറിലെ ട്രാക്ടറുകൾ തേയിലക്കുളത്തൊക്കെ എടുക്കാൻ എസ്റ്റേറ്റിലൊക്കെ പോയിട്ട് വരുന്നതാണ്. ഈ ചായയും കൂടെ കുടിക്കാം. നല്ല തണുപ്പാണ് മൂന്നാറിൽ. ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കടലയൊക്കെ പുഴുങ്ങിയെടുക്കുന്നുണ്ടോ. ഇതൊരു മസാല കടലയാണ്. ഇതിനകത്ത് അവർ ഒരുപാട് സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. മലര്, വെജിറ്റബിൾസ്, കടല പുഴുങ്ങിയത് എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒരു മസാല കടല. ഇവിടെ കാടമുട്ട അവർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ഇതേ കാടമുട്ട ഇരിക്കുന്നു. ഇവിടെ ഫ്രൈ ചെയ്യും. ഇതെന്നാ റേറ്റ് വരുന്നത്? 50 രൂപ. എത്രണ്ണം? 5 50 രൂപ. ഐഡൽ ടൂറിസം പാർക്കാണ്. നമുക്ക് അതിൻ്റെ എൻട്രൻസിലൊക്കെ ഒന്ന് പോയിട്ട് വരാവേ. അതിപ്പോൾ നേരത്തെ തന്നെ ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇതിലുള്ള ഫീസൊക്കെ എത്രയാണെന്ന് അറിയത്തില്ല. ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയിട്ട് നോക്കാം. ഈ മരത്തിലൊക്കെ ലൈറ്റ് ഇട്ടേക്കുന്നതാണ് ഭയങ്കര ഭംഗിയാട്ടോ. ഈ പട്ട പോലെ തന്നെ ഒരു ലൈറ്റ് കത്തിച്ചിട്ടേക്കുന്നത്. ഇവിടെ ഒത്തിരി പൂക്കൾ കാണാം. അതുപോലെ ആ പാർക്കിനുള്ളിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. മുതിരപ്പുഴയാറാണിത്. ഇതിനെ വളച്ച് കെട്ടി ഇതിൽ വെള്ളമൊക്കെ ആക്കി ചെറിയ ബോട്ടിങ്ങും പരിപാടിയൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തുമാത്രം വാഹനങ്ങളാണ് അവിടെ കിടക്കുന്നത് നോക്കി. അവിടെ ഒരു ലൈറ്റ് ഇട്ടേക്കുന്നുണ്ട്. കൊലയായിട്ട് ലൈറ്റുകൾ കിടക്കുകയാണേ. വാഹനങ്ങളെല്ലാം കൂടെ വന്ന് തിങ്ങി. ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ള വഴിയാണ്. ടിക്കറ്റ് എത്രയാണെന്ന് നമുക്ക് ചോദിക്കാം. ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ആൾക്കാർ മൊത്തം ഈ പാർക്കിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇതിനകത്തെ. ഇതൊരു കോഫി ഷോപ്പാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടർ അതിൻ്റെ അപ്പുറയാണ്. എനിക്കല്ല ലൈറ്റ് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇവിടെ കിടക്കുന്ന ലൈറ്റുണ്ട്. ഞാനേതായാലും തൽക്കാലം ഇതിൽ കയറുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ 80 രൂപ ടിക്കറ്റേ ഉള്ളൂ. 80 രൂപ ടിക്കറ്റ് ഒത്തിരി ലൈറ്റ് പരിപാടിയൊക്കെ ഉണ്ട് കയറിയാൽ. പക്ഷേ 2 മണിക്കൂറെങ്കിലും സമയം പിടിക്കും. നമ്മൾ അതിനകത്തോടെ കയറി വട്ടം കറങ്ങി വരണമെങ്കിൽ ഒത്തിരി ഏരിയ ഉണ്ടേ. അതുകൊണ്ട് നമ്മൾ തിരിച്ചങ്ങ് പോയേക്കാന്ന് വെച്ചേ. എൻ്റെ ബാക്കിൽ കണ്ടോ ഇത് ലൈറ്റൊക്കെ കളർഫുള്ളായിട്ട് കിടക്കുന്നുണ്ട്. മസാലക്കടല നല്ല ചൂടായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം മൂന്നാറിലെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഈ ഒരു പേര് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അല്ലെങ്കിൽ എനിക്ക് വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് തപ്പലുള്ളതാണ്. ഏതായാലും ഇവിടെ കാണാനൊരു നല്ല മനോഹരമായൊരു സ്ഥലമാണെന്ന് ഞാൻ പറയും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. ഇതിനുള്ള തേയിലച്ചെടികളും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്ന വഴി മൂന്നാറിന് മാങ്കുളം ആനക്കുളം പോകുന്ന വഴിക്കാണ് സംഭവമുള്ളത്.
വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആനയൊക്കെ കാണാൻ പറ്റും. നമ്മൾ എന്തായാലും മുന്നോട്ട് പോകണില്ല, ആ വഴിക്ക് അങ്ങോട്ട് തിരിച്ചിനി ആനച്ചാലൊക്കെ ചെന്നിട്ട് വേണം നമുക്ക് തിരിഞ്ഞ് പോകാനായിട്ട്. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.